ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടറിവിനെയോ എന്തോന്നിനെ അടിസ്ഥാനപരമായി ധരിക്കാനുള്ള ഒരു ക്രമീകരണത്തിനെ അല്ല. റിയൽ സ്പിരിച്വാലിറ്റി, ട്രൂ സ്പിരിച്വാലിറ്റി നമുക്ക് നൽകുന്നത് ഒറ്റ കാര്യത്തിനോടുള്ള ഒരു ലക്ഷ്യത്തെയാണ്. അതിന് നമ്മുടെ അനുഭവം കൊണ്ട് മാത്രമേ സാധിക്കുകയുമുള്ളൂ. മോക്ഷം. നോക്കൂ, നമ്മളിവിടെ നിലനിൽക്കുന്നതിൻ്റെയും വീണ്ടും വീണ്ടും ജന്മചക്രത്തിലേക്ക് വരാനായിട്ടുള്ള കാരണവും നമ്മുടെ ജനതകരമായിട്ടുള്ള ഓർമ്മകൾ കൊണ്ടാണ്. നമ്മൾ എന്നാണോ ഇതിനെ ഇല്ലാതെയാക്കുന്നത്, അത് വാക്കാൽ കേട്ട് മനസ്സിൽ മനനം ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഊർജത്തിന്റെ ശുദ്ധി കൊണ്ട് മാത്രമേ അവശേഷിക്കുന്ന സഞ്ചിതത്തെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഊർജം കൊണ്ട് മാത്രമേ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് കത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കുറച്ച് കരിയില കൂട്ടിയിട്ടിട്ട് കത്തിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ അത് കത്തില്ല. അത് കത്തിക്കണമെങ്കിൽ അഗ്നി തന്നെ വേണം. ഇതേപോലെ തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഊർജമാണ്. ഊർജത്താൽ മാത്രമേ നമ്മുടെ സഞ്ചിതത്തെ കത്തിച്ച് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. പലരും ദീക്ഷയ്ക്ക് ശേഷം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഗുരുജി 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ കാര്യം എനിക്ക് അലട്ടുന്നില്ല. എൻ്റെ ആയിട്ടുള്ള വാസനകൾ എനിക്ക് മറന്നുപോയി. എനിക്ക് ആളുകൾ വഴക്ക് പറയുമ്പോൾ എനിക്ക് അത്ര ഇമോഷൻ ഉണ്ടായിരുന്നു, അതില്ലാതെയായിപ്പോയി. ഇത് വെറും വാക്കാലുണ്ടാവുന്നതല്ല ഊർജത്തിന്റെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം കത്തി ഇല്ലാതായി പോകുന്ന അവസ്ഥ. നിങ്ങളുടെ DNA, നിങ്ങളുടെ കുലമായിട്ടുള്ള നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ സൃഷ്ടിച്ച എല്ലാത്തിനെയും ഇല്ലാതെയാവുകയാണ്. നിങ്ങൾ പ്യുവർ കോൺഷ്യസ്നെസിന്റെ DNA ലയിക്കുകയാണ്. ശരിക്കും ദീക്ഷ എന്ന് പറയുന്നത് ഇതാണ്. ദീക്ഷ ഒരു നിസ്സാര കാര്യമല്ല. ദീക്ഷയുടെ ശക്തി തന്നെ നമ്മുടെ ജനതകരമായുള്ള ഓർമ്മകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ദീക്ഷ പല വിധമുണ്ട്. ദീക്ഷയുടെ ഒന്ന് മന്ത്രദീക്ഷയാണ്, അതൊരു തുടക്കമാണ്. ഒരു GPS വെച്ച് നമ്മൾ പോകുന്നത് പോലെയാണ്. 2 സ്പർശദീക്ഷയാണ്, അത് പ്യുവർ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മുടെ കർമ്മം, നമ്മുടെ സഞ്ചിതത്തിന്റെ ഒരു വലിയ അളവ് നമ്മളിൽ നിന്ന് കുറയുന്ന ഒരു അവസ്ഥ, എന്നാൽ പൂർണ്ണമായിട്ടും കുറയാത്ത അവസ്ഥയുമാണത്. എന്നാൽ നിശ്ചിത അളവിൽ അതുണ്ട് സഞ്ചിതം. പിന്നുള്ളതൊരു പൂർണ്ണ ദീക്ഷയാണ്. അത് 6 ചക്രങ്ങളെയും ഉണർത്തി 72,000 നാഡീവ്യവസ്ഥയും ഉണർത്തുന്ന ഒരു രീതിയാണ്. ബഹിരാന്ത സാധനയ്ക്കുള്ള, രാജയോഗ സാധനയ്ക്കുള്ള ഒരു തുടക്കമാണ് ആ ദീക്ഷ. അത് പൂർണ്ണ ദീക്ഷയാണ്. അതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മചക്രം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നൊരു ദീക്ഷയുണ്ട്, അതാർക്കും പറ്റുന്നതല്ല. 1 മണിക്കൂർ നേരത്തെ ഒരു ദീക്ഷയാണ്. ഒരു ഉയർന്ന ഊർജത്തിന്റെ സ്പർശനത്തിൽ ഇരിക്കുകയും ഈ ശരീരം വിടാൻ കഴിയുന്ന ഒരവസ്ഥയും. അത് കുറച്ച് പ്രയാസമാണ്, അത് ഞാൻ പങ്കുവെക്കുന്നില്ല.